ഒരു സ്വപ്നത്തിന്റെ പിന്നാലെ നടന്ന പയ്യന്നൂരിലെ ചെറുതാഴത്തുകാർ അതിന്റെ സാക്ഷാത്കാരത്തിലേക്ക് അടുക്കുകയാണ്. കുട്ടികൾക്ക് കളിക്കാൻ ഒരു മൈതാനം എന്ന സ്വപ്നം ചെറിയൊരു സ്പോർട്സ് സിറ്റി തന്നെ രൂപപ്പെടുത്തുന്ന നിലയിലാണ് വളർന്നത്. സീസണായാൽ കൃഷി ഇറക്കുന്ന വയൽ മാത്രമാണ് കുട്ടികൾക്ക് കളിക്കാനുള്ളത്. വിളവിറക്കുമ്പോൾ കായിക വിനോദങ്ങൾക്ക് ഇടമില്ല. സ്വന്തമായൊരു മൈതാനം ഗ്രാമത്തിന്റെ കാലങ്ങൾ നീണ്ട സ്വപ്നമായപ്പോൾ നാട്ടുകാർ ഒരേ മനസ്സോടെ ഇറങ്ങി അതിനുള്ള സ്ഥലം കണ്ടെത്തി. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നും കളിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ, ഗ്രൗണ്ടൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ചെറുതാഴത്തൊരു പൊതു ഗ്രൗണ്ട് വേണമെന്ന ആശയത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. അതിൻ്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രവർത്തനമാണ് ഞങ്ങളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. 1.5 ഏക്കർ സ്ഥലമാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലം. അതാദ്യം വാങ്ങിയെടുക്കാനും പിന്നീട് അതിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, ഷട്ടിൽ, നീന്താനുള്ള ഒരു സ്ഥലം, അതുപോലെ തന്നെ വാക്കിംഗ് സ്പേസ്, ഓപ്പൺ ജിമ്മ്, അതുപോലെ ഒരു കലാപരിപാടികളും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ ഓഡിറ്റോറിയം അടക്കമുള്ള ഒരു വലിയ പദ്ധതിയാണ് ഞങ്ങൾ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 1.5 വർഷക്കാലം കൊണ്ട് സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രവർത്തനമാണ് നിലവിൽ ഞങ്ങൾ ആദ്യമായി ഏറ്റെടുത്തിരിക്കുന്നത്. വലിയ പദ്ധതിയാണ് ചെറുതാഴം സ്പോർട്സ് സിറ്റി. ഫുട്ബോൾ കോർട്ട്, ജിംനേഷ്യം, സ്വിമ്മിംഗ് പൂൾ എന്നിവയടക്കമുള്ള സംവിധാനങ്ങൾ പദ്ധതിയുടെ ഭാഗമായുണ്ട്. പദ്ധതി പൂർത്തീകരിക്കാൻ 3 കോടി രൂപയിലധികം ചെലവ് വരും. പണം കണ്ടെത്താൻ നാട്ടുകാർ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പല പരിപാടികളും ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. കാറ്ററിംഗ് കൂട്ടായ്മ, വിവിധ ചലഞ്ചുകൾ, സമ്മാന കൂപ്പൺ തുടങ്ങിയവയൊക്കെ ഇതിൽപ്പെടും. എന്തു ത്യാഗം സഹിച്ചും ഗ്രാമത്തിന്റെ കായിക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണം. അതിനുള്ള കൂട്ടായ പരിശ്രമത്തിലാണ് ചെറുതാഴത്തുകാർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.